2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് നിലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ 6 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണ സാധനങ്ങൾ നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് നിലയത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത്. കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്നും കൊലപാതകമാണെന്നും വ്യക്തമായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിച്ചിരുന്നു. കേസിൽ 78 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തെളിവെടുപ്പിൽ കുറ്റം ചെയ്ത രീതി പ്രതി പോലീസിനോട് വിവരിച്ചിരുന്നു. എന്നാൽ പല കുറ്റങ്ങളും കോടതിയിൽ തെളിയിക്കാനായില്ല. പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ആരോപണം. കേസിൽ SC/ST പീഡന നിരോധന നിയമപ്രകാരമുള്ള 325 വകുപ്പ് ചേർക്കണമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം പോലീസ് അവഗണിച്ചിരുന്നു. കോടതിയിൽ പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തി. ശാസ്ത്രീയമായ യാതൊരു അന്വേഷണം നടത്തിയില്ല, ഒരു തെളിവെടുത്തില്ല, കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ആ കുട്ടിയുടെ ലേഖന തൊട്ട് തെക്കേ വീട്ടിലെ, അതായത് അവിടുത്തെ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയെടുത്തില്ല. അവർ അന്നത്തെ ദിവസം ഈ 5-ാം തീയതി അവരെ അവിടെ നിന്ന് മാറ്റിയതാ. 2.5 വർഷം യുവാവിനെ ജയിലിൽ അടച്ച് പോലീസ് പീഡിപ്പിക്കുകയായിരുന്നു എന്നും പ്രതിഭാഗം ആരോപിക്കുന്നു. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കും അനുകൂലമാവില്ല സുഹൃത്തെ. പോലീസ് മുഴുവൻ തെളിവുകളും കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ് പറയുന്നത്. തീർച്ചയായും 100% എന്ത് തെളിവാണ് പോലീസിന്റെ ഉള്ളത്? സംഭവത്തിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷനും പോലീസും വ്യക്തമാക്കി. ഇപ്പോൾ കോടതിയുടെ ഒരു കാഴ്ചപ്പാട് പ്രതി നിരപരാധിയാണെന്നുള്ളതാണ്. ഈ പ്രതി തന്നെയാണ് കുറ്റവാളി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിന് സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം അവ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്, സാക്ഷികളെ വിസ്തരിച്ചിട്ടുമുണ്ട്. കേസിൽ ഇനിയും നിയമയുദ്ധം തുടരുമെന്ന് വ്യക്തം. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പുറത്തുവരണം. കുരുന്നുപ്രായത്തിലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം. ന്യൂസ് 18 ഇടുക്കി.